ഹായ് ശ്രീസ്വലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കെൻസാസിൽ നിന്ന് ലോസ് വേഗാസിലേക്കുള്ള യാത്രയിലാണ്. 6 സ്റ്റേറ്റാണ് നമ്മൾ കടന്ന് ലോസ് വേഗാസിലേക്ക് എത്തേണ്ടത്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് അരിസോണ സ്റ്റേറ്റിലാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് അരിസോണ സ്റ്റേറ്റിലുള്ള ലോവർ ആന്റിലോപ്പ് കാനിയോൺ ആണ്. അവിടെ ചില സാങ്കേതിക ഇഷ്യൂ കൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, അത് കുറച്ച് പിക്ചേഴ്സ് ആയിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കണേ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഹോഴ്സ് ഷൂ ബെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്ലാഗ് എന്നുള്ള സിറ്റി വിട്ടിട്ട് നമ്മൾ പുതിയൊരു വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്ക് പോകും. ആ സിറ്റിയിൽ അവിടെയാണ് നമ്മുടെ ഗ്രാൻഡ് കാനിയോണിന്റെ നാഷണൽ പാർക്കിലേക്കുള്ള അഡ്വഞ്ചറസ് റെയിൽവേ ട്രിപ്പുള്ള. ഈ ലോവർ ആന്റിലോപ്പ് കാനിയോണിലേക്ക് പോയപ്പോൾ അവിടെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ചെറിയ പ്രോഗ്രാംസും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടുവരും. അങ്ങനെ ആന്റിലോപ്പ് കാനിയോൺ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ അവരുടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റി കാണുകയാണ്. അങ്ങനെ ഞങ്ങൾ തയ്യാറായി. ആൾക്കാർ വന്നുകൊണ്ടിരിക്കണുള്ളൂ, ഒറ്റാളും ഇല്ല. ഇപ്പോൾ പിന്നെ ആൾക്കാർ വരണം. ഇവരെന്താ വെച്ചാൽ ഈ വരണനുസരിച്ചിട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അപ്പോൾ അവർക്കൊരു ഗൈഡിനെ വെക്കും. അങ്ങനെയാണ് അവർ ഈ കാണുന്ന സ്ഥലം വരെ അങ്ങനെ നടന്നു കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഗ്രൂപ്പുകളായിട്ട് അവരിങ്ങനെ നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവരാദ്യം തന്നെ പറയുന്നുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടാവില്ല, ഞാൻ ഫോട്ടോസ് മാക്സിമം ഇടാൻ നോക്കാമല്ലേ. അങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങളിത് ക്യൂലാണ്. നമ്മളെ ഗ്രൂപ്പൊക്കെ ആയിട്ട് തിരിച്ചു. ലോവർ ആന്റിലോപ്പ് കാനിയോണിക്കുള്ള നടത്തം തുടങ്ങിയിട്ടാ. ഞങ്ങളുടെ ഗൈഡ് ഒരു ലേഡിയാണ്. അവർ പ്രത്യേകം പറയുന്നുണ്ട് ലോവർ ആന്റിലോപ്പ് കാനിയോണിന്റെ ഉള്ളിൽ കയറിയാൽ വീഡിയോ എടുക്കരുതെന്ന്. ഈ ശരിക്കും ലോവർ ആന്റിലോപ്പ് കാനിയോണുണ്ട്, അപ്പർ ആന്റിലോപ്പ് കാനിയോണുണ്ട്. നമ്മൾ ലോവർ ആന്റിലോപ്പ് കാനിയോൺ കാണാനാണ് വന്നേക്കണേ. ലോവർ ആന്റിലോപ്പ് കാനിയോൺ രൂപം കൊണ്ടത് പ്രധാനമായും വെള്ളം, കാറ്റ് എന്നിവയിലൂടെയുള്ള പ്രകൃതിദത്ത ഘടനാപരമായ മാറ്റങ്ങളാലാണ്. ഇത് ശരിക്ക് സാൻഡ്സ്റ്റോൺ സ്ലോട്ട് കാനിയോൺ ആണെങ്കിലും ഇതിൻ്റെ ഈ അതിഗംഭീരമായ ആകൃതികൾ പ്രധാനമായിട്ട് ഫ്ലാഷ് ഫ്ലഡുകളൊക്കെ ഉണ്ടായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പെട്ടെന്നുള്ള കനത്ത മഴ മൂലമുള്ള വേഗത്തിലുള്ള വെള്ളപ്പൊക്കം മൂലമാണ് ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരിക്കണേ. ശരിക്കും ഈ സ്റ്റേറ്റ് അരിസോണയിൽ വരണ്ട പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്ത പെട്ടെന്ന് വെള്ളം ഒഴുകും. അപ്പോൾ ഈ മണ്ണിലും കല്ലിലും 10,000-കണക്കിന് വർഷങ്ങളായി വെള്ളം ഇടിച്ചു നീങ്ങും. ഇതുമൂലം നവാജോ സാൻഡ്സ്റ്റോണുകൾ എന്നറിയപ്പെടുന്ന ഈ കല്ലുകൾ മൃദുവായ ആകൃതികളായി മാറും. ഈ വെള്ളം കയറിയ പാതകളൊക്കെ പതിയെ പുതിയ വഴികളായിട്ട് രൂപപ്പെടും. സൂര്യപ്രകാശം കാനിയോണിന്റെ ചുവരുകളിൽ പ്രതിഫലിച്ച് അതീവ സുന്ദരമായ, ചില സമയത്ത് ഓറഞ്ച്, ചുവപ്പ്, മഞ്ഞ എന്നുള്ള കളറിലൊക്കെ കാണാം. ഈ പ്രത്യേകിച്ച് ഈ കല്ലുകളിലുള്ള ഇരുമ്പിൻ്റെ ഓക്സൈഡേഷൻ, ലിമോണൈറ്റ്, മാംഗനീസ് ഓക്സൈഡ് എന്നിവയെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ കളറൊക്കെ പെട്ടെന്ന് വരണേ. അങ്ങനെ ലോവർ ആന്റിലോപ്പ് കാനിയോൺ കണ്ട് ഞങ്ങൾ മുകളിലെത്തി. അപ്പോൾ ഇവിടുത്തെ ഗോത്രക്കാരാണ് നവാജോ ഗോത്രക്കാർ. അപ്പോൾ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവരാണ് ശരിക്കും ഈ ഇവിടുത്തെ അവകാശികൾ. അവർ ഈ ലോവർ ആന്റിലോപ്പ് കാനിയോണിനെ ഹസ്ഡിസ്റ്റാസി, അതായത് ഈ ജലത്തിൻ്റെ വക്കിലൂടെ കത്തിപ്പോയ അല്ലെങ്കിൽ മെലിഞ്ഞു പോയിട്ടുള്ള പാറ എന്നൊരു അർത്ഥം വരുന്ന വാക്കാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അനുവദിക്കില്ല നമ്മുടെ കാനിയോണിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അവിടെ നേരിയ വഴികളാണ്. അപ്പോൾ വളരെ ബ്ലോക്ക് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഈർപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാരണം നവോജോ ഗോത്രക്കാരോടുള്ള ഒരു ആദരമാണ്. അതുകൊണ്ട് ഇവിടെ അനാവശ്യമായ വ്യാപാരോദ്ദേശത്തിനുള്ള ചിത്രീകരണങ്ങൾ അനുവദിക്കില്ല. ലോവർ ആന്റിലോപ്പ് കാനിയോൺ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിലിമുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികൾക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ മുൻകൂർ അനുവാദം ഉണ്ടായാൽ മതി. ഡ്രോണ് ഇവിടെ കർശനമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒന്നാണ്. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി ലോവർ ആന്റിലോപ്പ് കാനിയോണിൻ്റെ. ഇത് ബില്ലൊക്കെ ചെയ്ത് ഇനി നമുക്ക് നേരെ പോകാനുള്ളത് ഹോഴ്സ് ഷൂ ബെൻഡാണ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള യാത്രയാണ്. അവിടെ ചെന്ന് അവിടെ കണ്ടിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാൻ. നമ്മൾ എത്തിച്ചേർന്നു.
അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാണ്ട് ഇവിടുന്ന് ഏകദേശം 1.5 മൈൽ നമുക്ക് ഹോഴ്സ് ഷൂ ബെൻഡിലേക്ക് നടക്കാണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല ക്ലൈമറ്റ് തണുപ്പുള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വഴിയിലിങ്ങനെ നമുക്ക് വിശ്രമിക്കാൻ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ആൾക്കാർ കൂടി നിൽക്കണില്ലേ, അവിടുന്ന് ആണ് ഹോഴ്സ് ഷൂ ബെൻഡിൻ്റെ വ്യൂ. അപ്പോൾ അതേ നായകളെയും ഒക്കെ കൊണ്ടിട്ടാണ് ആൾക്കാർ വന്നേക്കണേ. നടക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ മിസ്സാക്കാറില്ല, കാരണം കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കണം. അപ്പോൾ നടക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ പ്രത്യേകിച്ച് നല്ല വഴി, നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കണേ. അങ്ങോട്ടുള്ള റൂട്ട് അവർ നന്നാക്കിയിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. ഈ കാണുന്നത് കൊളറാഡോ നദിയാണ്. കൊളറാഡോ നദി ഇതേപോലെ ഈ ഹോഴ്സ് ഷൂവിനെ പോലെ ആകൃതിയിൽ അത് ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഉണ്ടായേക്കണേ. ഏകദേശം 1000 അടി 305 മീറ്റർ ഉയരത്തുനിന്നാണ് നമ്മളിപ്പോൾ ഈ വ്യൂ കാണുന്നത്. അതൊരു അതിശയിപ്പിക്കുന്ന ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. തിരക്കിൻ്റെ ഇടയിലൂടെ മലയാളം കേട്ടിരുന്നു. ഇപ്പോൾ കുറേ മലയാളികൾ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പല ആൾക്കാരും പല ഭാഗത്ത് നിന്നിട്ട് വ്യൂ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്കുള്ളതൊരു സേഫായിട്ടുള്ള ഏരിയ ആണ്. അവിടെ ഈ ഫെൻസിങ് ഉള്ളത് ഈ ഭാഗത്താണ്, അതുകൊണ്ട് അത്ര പേടിക്കാനില്ല. പക്ഷെ അപ്പുറത്തൊക്കെ ഇത്തിരി ഡേഞ്ചറാണ്. കുറേ ആൾക്കാർ എടുക്കുന്ന സ്ഥലത്തൊന്നും അടുത്തൊന്നും ഇതേപോലെ ഫെൻസിങ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഈ വ്യൂ എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. നല്ല രസമാണ്, നല്ല ക്ലൈമറ്റ്, നല്ല അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുണ്ട്, നല്ല സൂര്യപ്രകാശം, നല്ല സമയമായിരുന്നു നമ്മൾ കാണാൻ പോയ സമയം. ഇത് കാണുന്നത് ഒരു ബോട്ടാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു ബോട്ടുണ്ട്. ഇത്ര താഴ്ചയിൽ ഞാൻ ഇത്രയും സൂം ചെയ്തിട്ടുണ്ട്. ഫെൻസിങ് ഇല്ലാത്തൊരു ഏരിയ കണ്ടു. ഞാൻ അവിടെ നിന്ന് അവരോടൊന്നും വരാൻ പറഞ്ഞില്ല. ഞാനൊന്ന് പോയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ചും കൂടി എങ്ങനെയുണ്ട് വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതെ ഞങ്ങളുടെ ഒന്ന് കയറി. ശരിക്കും ആ തുമ്പത്താണ് നിൽക്കണേ കേട്ടോ ഞാൻ. അത് ഒന്നുമില്ല, നേരെ വീണാൽ അടിപൊളി, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിലൊറ്റ അമേരിക്കക്കാരില്ല, എല്ലാ ഇന്ത്യക്കാരാണ് ചുറ്റും കാണുന്നത്. മലയാളം കേൾക്കാണ്ട്, തമിഴ് കേൾക്കാണ്ട്, ഹിന്ദി കേൾക്കാണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു 3/4 മണിക്കൂർ അവിടെ ചിലവാക്കിയിട്ട് ഞങ്ങൾക്ക് ഇനി തിരിച്ച് നടന്നു. തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. ഇനി നമുക്ക് ഭക്ഷണം ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നും അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഏതാ റെസ്റ്റോറൻറ്റുള്ള അവിടെ കയറി അവിടുന്ന് നന്നായി ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോകാനുള്ളത് വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഉള്ളത് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ വില്യംസിലേക്ക് ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ആ യാത്ര നമ്മളിത് തുടങ്ങി. ഇനി ഇതേ നമുക്ക് വീണ്ടും ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്. കാണിക്കണ 5:43 എത്തുന്നതാണ്. അങ്ങനെ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ വില്യംസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. നാളെ രാവിലെയാണ് നമുക്ക് ട്രെയിൻ ജേണി ഉണ്ടല്ലോ, അപ്പോൾ അത് നാളെയാണ്. അപ്പോൾ അതിന് ടിക്കറ്റൊക്കെ എടുത്തു. തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടലുള്ളത്. അപ്പോൾ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടുത്ത ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിക്കണം എന്നുള്ള പരിപാടിയാണ്. നോക്കുമ്പോൾ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോൾ സമയം 6:02 ആയി. ഞങ്ങളൊന്ന് വിശ്രമിച്ച് ഒരു 8-8:30 ആയപ്പോൾ തൊട്ടടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ബുഫേ ടൈപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബുഫേ ആയതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാം എടുത്തു. നമുക്ക് അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു. റേറ്റും അധികം ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ പോയി. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം അത് രാവിലെ നേരത്തെ എണീറ്റു. ഇവിടെ അടുത്തുള്ള ഡെക്കറേഷനൊക്കെ കണ്ടു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ചു. നമുക്ക് 8:30-ക്കാണ് ട്രെയിൻ ജേണി സ്റ്റാർട്ട് ചെയ്യണേ ഗ്രാൻഡ് കാനിയോണിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളത്. ഈ കാണുന്ന ട്രെയിനിലാവട്ടോ നമ്മൾ പോകണ്ടാവുക. അപ്പോൾ അത് ഞങ്ങൾ നടന്നിട്ടാണ് ഞങ്ങൾ പോണേ. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നന്നായി ഇഷ്ടമായി. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്.
നല്ല ക്ലൈമറ്റും നല്ല ചെറിയ ലൈറ്റ് തണുപ്പുമാണ്. അപ്പോൾ ഇത് ഏകദേശം 7:44 നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് എത്താറായി. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡിൽ നമ്മൾ എത്തി. ഇനി ട്രെയിൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് നോക്കണം. ഇന്ന് രാത്രി നമുക്ക് പോളാർ എക്സ്പ്രസ് ജേർണിയും കൂടി ഉണ്ട്. അതിൻ്റെ ടിക്കറ്റും അതിൻ്റെ ട്രെയിനും ഇവിടെ നിന്ന് തന്നെ കിട്ടുക. ക്രിസ്മസ് ആയിട്ട് കുറേ അലങ്കരിച്ചിട്ടുള്ള ഇതേപോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. സൈഡിൽ കൂടെ ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടില്ല. പ്ലാറ്റ്ഫോമിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. അടിപൊളി പ്ലാറ്റ്ഫോമായിരുന്നു. ട്രെയിൻ വരാൻ കുറച്ച് നേരം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നാടകം നടക്കുന്നുണ്ട്. ഇവിടുത്തെ കൗബോയ്സ് ഒരു നാടകം നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഫ്രീ ടിക്കറ്റാണ്. അപ്പോൾ നമ്മളെ സൈഡിൽ പോയി അവിടെ സ്റ്റേഡിയം പോലെ ചെറുതെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് അത് കാണുമായിരുന്നു. Don't leave your kids in there. We already have enough cowboys as it is. So sit back, relax, and enjoy. You're on vacation. What do you call a happy cowboy? Enjoy, Ranger. The moment you've been waiting for. Man, multitasking. This is the wedding ring. Oh, I cooking for you this morning. That's right, we got Bart. That's good. No. Last time Mark cooked, 3 of the ranch hands died. Oh, yeah. I spent 3 long days in that house, didn't you? He was faithful too. Oh, I know. I'm gonna sell her mom. Yeah. Huh. Gonna serve up who? Mom, she can cook. Well, I'll save her something trouble. Mom can't cook. You want another chance? Your mom's best cook south of him. No. Settle down. Why not? Well, on account she's in a jail. Again? Whoa. We can't tell that story. Why not? Killing the folks? Women folk? And the person over there? Well, then tell me this. How long's she in for? Well, let's just do it. She up and made that drug. There we go. Perfect. Come on. Bring it back. Let's go. Come on. Yeah. Come on. Bring it back and go. Come on, Bill. Stand and go. Come on, let's go. You got one? Well, I don't know about the rich part, but you nailed the filthy. Stand right here. Come Oh, on. Come you got family here? Let's do one last family photo. First. Friend the rule. Tell all these people about. I'll help this guy out. He has a great cover list for. What is that? They didn't have to trust me. How many cards do you need? It's like 2. Here you go. Yeah. You know what? I'm gonna go ahead and get myself two too. A 2? What do we do with the card? Keep it steady there, Arizona? Right answer. And don't say a word, because at this range, I won't miss. Now, what happened here? Well, Marshal, It was just so traumatizing. In fact, I think we're gonna need help. counseling ain't gonna do you boys no good. Now, let me get this straight. Turn off! Oh! He's very persuasive. No. See, I'm more than long out at Sunday school. And then when I left. Mark! അങ്ങനെ അവരുടെ തെരുവ് നാടകമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ എത്തി. നേരെ ട്രെയിൻ കയറാൻ പോവാണ്. നമ്മുടെ ടിക്കറ്റ് NSRC എന്ന് പറഞ്ഞിട്ടുള്ള കോച്ചിൽ നമുക്ക് കയറണം. ഇങ്ങനെ പേരുണ്ടാവും ഓരോ സ്ഥലത്തും. അപ്പോൾ അത് തപ്പി നടക്കുകയാണ് ഈ പേര്. ഇത് നമ്മുടെ NSRC കണ്ടേട്ടാ. നമുക്കിതിലാണ് കയറണ്ടേ. നമ്മളിതിലാണ് കയറാൻ പോണേ. Hey.
ഈ ട്രെയിനിൽ നമ്മൾ 2.5 മണിക്കൂറാണ് ജേണി. ഇത് നമ്മളെ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലേക്കാണ് കൊണ്ടുപോകുക. അവിടെ ഇറങ്ങി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരിക. നമുക്കുള്ള ഭക്ഷണങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ആരും കാണാൻ മറക്കരുത്. അപ്പം ശരി.